നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. പീതാംബരം കരവിരാജിതശംഖചക്രം കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. പ്രപഞ്ചഹൃദയത്തിൽ സഹസ്രകോടികളെത്തുന്ന ഭൂമിയിലെ വൈകുണ്ഠം. ഗുരുവും വായുവും ഇടം തേടിയെത്തിയ ഗുരുവായൂർ. കൃഷ്ണഭഗവാന്റെ തേജസ്സോമയമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹപ്രവാഹമുതിർക്കുന്ന പുണ്യസ്ഥലം. ശാന്തി തേടുന്ന ജനകോടികളുടെ സായുജ്യം ഇവിടെയാണ്. അനാദികാലം മുതൽ ജന്മാന്തരങ്ങളുടെ മോക്ഷവും ബ്രഹ്മവും ഓജസ് ഉൾക്കൊള്ളുന്ന അവർണ്ണനീയ പുണ്യഭൂമിയാണ് ഗുരുവായൂർ. കൃഷ്ണപ്രതിഷ്ഠ കൊണ്ട് ധന്യതയുടെ മൂർത്തീഭാവങ്ങളായ ക്ഷേത്ര സമുച്ചയങ്ങൾ. ദീപ്തമായ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും മോചനത്തിൻ്റെയും അത്താണിയാകുകയാണ് മനുഷ്യരാശിക്കിവിടം. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു പൂജിച്ചിരുന്ന കൃഷ്ണവിഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. വിഷ്ണു അത് ബ്രഹ്മാവിന് നൽകി. ബ്രഹ്മാവ് അത് സുതപസ്സിനും പ്രജാപതി ദേവകി വാസുദേവർക്കും കൊടുക്കുകയായിരുന്നു. വാസുദേവൻ ഈ അപൂർവ വിഗ്രഹം ശ്രീകൃഷ്ണനും നൽകി. ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്ന ഈ അത്യപൂർവ പാതാളാഞ്ജന ശിലാവിഗ്രഹം ദ്വാരകാ സാഗരത്തിൽ ആണ്ടുപോകുമ്പോൾ ജലോപരി പൊന്തിക്കിടന്നു. കലിയുഗ കാലത്ത് മനുഷ്യജന്മങ്ങൾക്ക് മോക്ഷപ്രാപ്തിക്കായി ഈ അതിശ്രേഷ്ഠ വിഗ്രഹം ഉചിതമായ ഒരിടത്ത് പ്രതിഷ്ഠിക്കുവാൻ സ്വർഗാരോഹണത്തിന് മുമ്പായി ഭഗവാൻ ഉദ്ധവരോട് ആവശ്യപ്പെടുകയായിരുന്നു. ദേവഗുരുവായ ബൃഹസ്പതിയും വായുഭഗവാനും വിഗ്രഹപ്രതിഷ്ഠയ്ക്കായി സ്ഥലം അന്വേഷിക്കുമ്പോൾ ശിവതപസ്സുകൊണ്ട് പവിത്രീകരിക്കപ്പെട്ട രുദ്രതീർത്ഥ തീരത്തെത്തി. രുദ്രതീർത്ഥമാകട്ടെ പ്രാചീന ബർഹീസ് എന്ന രാജർഷിയുടെ പുത്രരായ പ്രജേതസ്സുകൾ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കിയ പുണ്യതീർത്ഥമാണ്. ശിവൻ ബൃഹസ്പതിയോടും വായുഭഗവാനോടും പറഞ്ഞു, യുഗങ്ങളായി ഞാൻ ഇവിടെയാണ് തപസ് ചെയ്യുന്നത്. പ്രജേതസ്സുകൾക്ക് അവരുടെ തപസ്സിനിടെ രുദ്രഗീതം ഉപദേശിച്ചതും ഇവിടെ വച്ചാണ്. മഹാവിഷ്ണു പൂജിച്ചിരുന്ന
ഈ കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടത് ഇവിടെയാണ്. ഞാൻ ഇവിടെ നിന്നും നിറമനസ്സോടെ തീർത്ഥത്തിന്റെ മറുകരയിൽ പാർവതി ദേവിയോടൊത്ത് വാണുകൊള്ളാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നത് കുംഭമാസത്തിലാണ്. പരശുരാമന്റെ സാന്നിധ്യത്തിൽ ശിവൻ പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ച് ഗുരുവും വായുവും ചേർന്ന് ഈ മഹനീയ വിഗ്രഹപ്രതിഷ്ഠ ചെയ്തെന്നാണ് വിശ്വാസം. മേടം 1-ാം തീയതി വിഷു ദിവസം ഉദയസൂര്യൻ സ്വകരങ്ങളാൽ ഭഗവത്പാദങ്ങളെ അഭിവാദ്യം ചെയ്യത്തക്ക വിധം വിശ്വകർമാവ് അമ്പലം പണിതീർത്തു. ശ്രീകോവിൽ നട തുറന്നാൽ മുന്നിൽ നിൽക്കുന്നവരെല്ലാം വൈകുണ്ഠത്തിലാണെന്ന അനുഭൂതിയാണ് അനുഭവപ്പെടുക. നിസ്തുലമായ ഈ ദിവ്യ ചൈതന്യം സ്ത്രീപുരുഷ ഭേദമന്യേ ധനവാനും ദരിദ്രനെന്നുമുള്ള വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങൾക്കും അനുഗ്രഹവർഷം ചൊരിയുന്നു. കിഴക്കുനിന്നും ഗുരുവായൂരിലെത്തുന്നവരെ എതിരേൽക്കുന്നത് ആലും ഗരുഡനുമാണ്. ഗുരുവായൂരപ്പന് ഏറെ പ്രിയപ്പെട്ട മഞ്ജുള എന്ന വാരസ്യാർ കുട്ടിയുടെ നാമത്തിലാണ് ഈ ആൽ അറിയപ്പെടുന്നത്. ഗുരുവായൂരപ്പന്റെ ചൈതന്യവിശേഷത്തെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഭക്തന്മാർ സങ്കല്പിക്കുന്നത്. പുത്രനിർവിശേഷമായ വാത്സല്യഭാവത്തിൽ ഭക്തഹൃദയങ്ങളിൽ കൃഷ്ണഭക്തി നിറയുന്നു. വളരെ വിപുലവും വൈവിധ്യമാർന്നതുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദൈനംദിന ചടങ്ങുകൾ. പുലർച്ചെ 3 മണിക്ക് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, തൈലാഭിഷേകം, വാകച്ചാർത്ത്, ശംഖാഭിഷേകം, മലർനിവേദ്യം, മുഖാലങ്കാരം, ഉഷനിവേദ്യം, എതിരേറ്റുപൂജ, ഉഷപൂജ, പാലാഭിഷേകം, നവകാഭിഷേകം, പന്തീരടി നിവേദ്യം, ഉച്ചപൂജ, ശീവേലി, ദീപാരാധന, അത്താഴപൂജ, അത്താഴ ശീവേലി, തൃപ്പുക, ഓലവായന എന്നിവയാണ് സാധാരണ ദിവസം ഗുരുവായൂർ അമ്പലത്തിലെ പൂജാതി ചടങ്ങുകൾ. ഇത് കഴിഞ്ഞ് നടയടച്ചാൽ ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഭക്തരുടെ വഴിപാടായി കൃഷ്ണനാട്ടം അരങ്ങേറും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണപ്രതിഷ്ഠയ്ക്ക് പുറമെ ഉപദേവന്മാരായ ഗണപതിയുടെയും ശാസ്താവിന്റെയും ഇടത്തരികത്തുകാവിൽ ഭഗവതിയുടെയും പ്രതിഷ്ഠകളുണ്ട്. ചതുർബാഹുവായ വിഷ്ണുവിന്റെ സങ്കല്പത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. പരബ്രഹ്മ സങ്കല്പത്തിൽ ആരാധിക്കുന്ന ഗുരുവായൂരപ്പനെ ഭക്തർ തങ്ങൾക്കിണങ്ങും വിധം സങ്കല്പിക്കുന്നു. മേൽപ്പത്തൂരും പൂന്താനവും കുറൂരമ്മയും വില്ലോമംഗലവും വാഴക്കുന്നവും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും എല്ലാം അരൂപിയായ ഈ പരബ്രഹ്മത്തെ അവർക്കിണങ്ങും വിധമായിരുന്നു ഹൃദയത്തിന്റെ ഭക്തിസോപാനത്തിൽ ആരാധിച്ചിരുന്നത്. ഭക്തിയുടെ നിറവിൽ അതേത് സങ്കല്പത്തിലായിരുന്നാലും തന്നെ സമീപിക്കുന്നവരെ ഗുരുവായൂരപ്പൻ കൈവിടാറില്ല. ഭഗവാന്റെ പ്രസാദകൂട്ട് അതിവിശേഷമാണ്. നിത്യേന വിഭവസമൃദ്ധമായ പ്രസാദകൂട്ട് കഴിക്കുവാനായി ഭക്തജനങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടാകും. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പ്രസാദകൂട്ടിൽ പങ്കുകൊള്ളുന്നു. ക്ഷേത്രത്തിന്റെ പാവനത്വവും ചൈതന്യവും വർദ്ധിക്കുമാറ് മണ്ഡലവിളക്ക് നിശ്ചയിച്ചത് ശ്രീ ശങ്കരാചാര്യരാണ്. ഇതിൽ ഏകാദശി വിളക്ക് വളരെ പ്രധാനമാണ്. ഏകാദശി, 10 നാൾ നീണ്ട ഉത്സവം, അഷ്ടമി രോഹിണി എന്നിവയാണ് ഗുരുവായൂരിലെ സവിശേഷ ആഘോഷങ്ങൾ. ലോകപ്രസിദ്ധമാണ് ഗുരുവായൂർ ഏകാദശി.
വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലുള്ള ഏകാദശിയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചത് ഈ സുദിനത്തിലാണ്. ഏകാദശി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണം എല്ലാ വർഷവും ദശമി ദിവസം രാവിലെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളെ പങ്കെടുപ്പിച്ച് നടത്തുന്നു. കർണാടക സംഗീത ചക്രവർത്തിയായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണാർത്ഥം നടത്തുന്ന സംഗീതോത്സവം സംഗീതത്തിൽ ആദ്യ ചുവടുകൾ വയ്ക്കുന്നവർക്കെന്ന പോലെ ഉന്നതരായ സംഗീതജ്ഞർക്കും സംഗീതാർച്ചന നടത്താനുള്ള വേദിയാണ്. പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴുക. പത്തുനാൾ നീണ്ട ഗുരുവായൂർ ഉത്സവമാണ് മറ്റൊരു പ്രധാന ആഘോഷം. ആനയോട്ടത്തോടെ തുടക്കമിടുന്ന ഉത്സവത്തിന് പള്ളിവേട്ടയ്ക്ക് ശേഷം നടക്കുന്ന ആറാട്ടോടെ സമാപനം.
നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആന ഉണ്ടായിരുന്നില്ല. ഉത്സവം തുടങ്ങുന്ന ദിവസം ആനകളൊന്നും ഇല്ലാതിരുന്നതിനാൽ ആനകളില്ലാതെയായിരുന്നു ശീവേലി നടത്തിയത്. അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 മണിയോടെ തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കഴുത്തിൽ കുടമണി കെട്ടിയെത്തിയ ആനകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തിയതായി പറയപ്പെടുന്നു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഉത്സവത്തിന്റെ ആദ്യ ദിവസം ഉച്ച കഴിഞ്ഞ് ആനയോട്ടം നടത്തുന്നത്. ക്ഷേത്രത്തിനകത്തെ ബിംബചൈതന്യം പുനരധിവാസം ചെയ്യുന്നതിനാണ് ശുദ്ധികളോടെ ഉത്സവം നടത്തുന്നത്. മയിൽപ്പീലി കണ്ണൊന്നു തിളങ്ങുന്നു, മധുരം കുഴൽ വിളി മുഴങ്ങുന്നു, മനസ്സിലൊരമ്പാടിയുണരുന്നു, മണിവർണ്ണൻ ഇന്നെന്നെ വിളിക്കുന്നു. മയിൽപ്പീലി കണ്ണൊന്നു തിളങ്ങുന്നു, മധുരം കുഴൽ വിളി മുഴങ്ങുന്നു, മനസ്സിലൊരമ്പാടിയുണരുന്നു, മണിവർണ്ണൻ ഇന്നെന്നെ വിളിക്കുന്നു. പുണ്യത്തിൻ കടമ്പുകൾ പൂക്കുന്നു, കണ്ണിൽ കാളിന്തി ഒഴുകുന്നു. പുണ്യത്തിൻ കടമ്പുകൾ പൂക്കുന്നു, കണ്ണിൽ കാളിന്തി ഒഴുകുന്നു. ഉദയത്തിൻ വൃന്ദാവനികയിലാരോ ജയദേവഗീതങ്ങൾ പാടുന്നു. ഉദയത്തിൻ വൃന്ദാവനികയിലാരോ ജയദേവഗീതങ്ങൾ പാടുന്നു. മയിൽപ്പീലി കണ്ണൊന്നു തിളങ്ങുന്നു, മധുരം കുഴൽ വിളി മുഴങ്ങുന്നു, മനസ്സിലൊരമ്പാടിയുണരുന്നു, മണിവർണ്ണൻ ഇന്നെന്നെ വിളിക്കുന്നു. ഉത്സവത്തിന്റെ 9ാം ദിവസമാണ് പള്ളിവേട്ട. യമുനയിൽ കളകളം വിരിയുന്നു, യദുകുല കാമ്പോജി കേൾക്കുന്നു. യമുനയിൽ കളകളം വിരിയുന്നു, യദുകുല കാമ്പോജി കേൾക്കുന്നു. ഹൃദയത്തിൻ വല്ലീ നികുഞ്ചത്തിലാരോ ഹരിചന്ദന സുഖം പകരുന്നു. ഹൃദയത്തിൻ വല്ലീ നികുഞ്ചത്തിലാരോ ഹരിചന്ദന സുഖം പകരുന്നു. മയിൽപ്പീലി കണ്ണൊന്നു തിളങ്ങുന്നു, മധുരം കുഴൽ വിളി മുഴങ്ങുന്നു, മനസ്സിലൊരമ്പാടിയുണരുന്നു, മണി
മണിവർണ്ണനിന്നെന്നെ വിളിക്കുന്നു, മയിൽപ്പീലി കണ്ണൊന്നു തിളങ്ങുന്നു, മധുരം കുഴൽ വിളി മുഴങ്ങുന്നു, മനസ്സിലൊരമ്പാടി ഉണരുന്നു, മണിവർണ്ണനിന്നെന്നെ വിളിക്കുന്നു. പള്ളിവേട്ടയ്ക്ക് ശേഷം ഭഗവാൻ ക്ഷീണിതനായി മുഖമണ്ഡപത്തിൽ പള്ളിക്കുറുപ്പ് കൊള്ളുമ്പോൾ രാത്രി ഏകാന്ത ശാന്തത. പഞ്ചലോഹ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ആറാട്ടെഴുന്നള്ളിപ്പ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നു. केशव कृष्ण केशव मङ्गलम् भक्तलोक मनोहरा गुरुवायुरीश्वर मङ्गलम् कृष्ण केशव कृष्ण केशव कृष्ण केशव मङ्गलम् भक्तलोक मनोहरा गुरुवायुरीश्वर मङ्गलम् ूडि तन्निललഞ്ഞുഴന്നു നടന്നിടുന്ന ജനങ്ങളെ നേർവഴിക്കു നയിക്കുമീ
അന്തരംഗ നിരാശയും നിറയുന്നൊരീ ലോകരിൽ കനിയേണമേ ഗുരുവായൂരീശ്വര മംഗളം. കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ മംഗളം. ഭക്തലോക മനോഹരാ ഗുരുവായൂരീശ്വര മംഗളം. ചിന്ത കൊണ്ടു നിരന്തരം കരിയുന്നൊരെൻ കരളിൽ ഭവാൻ സന്തതം വിളയാടണേ ഗുരുവായൂരീശ്വര മംഗളം. വാദകുഷ്ഠപഗന്ധരാദി ഭയങ്കരാക്രമമൊക്കെയും നീക്കി രക്ഷയണക്കണേ ഗുരുവായൂരീശ്വര മംഗളം. കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ മംഗളം. ഭക്തലോക മനോഹരാ ഗുരുവായൂരീശ്വര മംഗളം. പാതകങ്ങൾ നശിച്ചു പോകുവതിന്നു നിന്നുടെ ലീലകൾ മാനസത്തിലുദിക്കണേ ഗുരുവായൂരീശ്വര മംഗളം. കീർത്തനീയ ഗുണാംബുദേ പരമാർത്ഥനാമിവനിൽ കനിഞ്ഞോർത്തുകൊള്ളുക വേണമെൻ ഗുരുവായൂരീശ്വര മംഗളം. കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ മംഗളം. ഭക്തലോക മനോഹരാ ഗുരുവായൂരീശ്വര മംഗളം. സുന്ദരാകൃതിയായ നിൻ തിരുമേനി കണ്ടു വസിക്കുവാൻ ഭാഗ്യമേകുക വേണമേ ഗുരുവായൂരീശ്വര മംഗളം. ലക്ഷ്മിതൻ മുഖലക്ഷ്മി കണ്ടു വിളങ്ങിടും നയനത്തിനാൽ നോക്കി രക്ഷ തരേണമേ ഗുരുവായൂരീശ്വര മംഗളം. കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ മംഗളം. ഭക്തലോക മനോഹരാ ഗുരുവായൂരീശ്വര മംഗളം. കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ മംഗളം. ഭക്തലോക മനോഹരാ ഗുരുവായൂരീശ്വര മംഗളം. കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ മംഗളം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര ദിനമായ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ഗുരുവായൂരിനെ വൃന്ദാവനമാക്കുന്ന ആഘോഷവേളയാണ്. എവിടെയും ഉണ്ണിക്കണ്ണന്മാർ, കൃഷ്ണലീലകൾ. മമ്മിയൂർ മഹാദേവ ക്ഷേത്ര തിരുമുറ്റത്ത് നിന്ന് ഗുരുവായൂർ മമ്മിയൂർ ദേവസ്വങ്ങളുടെയും മറ്റ് നിരവധി സംഘടനകളുടെയും സഹകരണത്തോടെ ഗുരുവായൂർ നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റി ഒരുക്കുന്ന അഷ്ടമിരോഹിണി മഹോത്സവം വർണ്ണപ്പൊലിമയിലും ഭക്തി നിർഭരതയിലും ആറാടുന്നു. മമ്മിയൂരപ്പന്റെ തിരുസന്നിധിയിൽ നിന്ന് ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പിന് മുത്തുകുടകൾ, ആലവട്ടം, കൊടിക്കൂറകൾ, താലമേന്തിയ മഹിളകൾ, മേളം, നാദസ്വരം, ഉണ്ണിക്കണ്ണന്റെ വേഷമണിഞ്ഞ കുട്ടികൾ, വൃന്ദാവന നൃത്തമാടുന്ന രാധാകൃഷ്ണനും തോഴിമാരും, കൃഷ്ണരഥം, ദേവീദേവന്മാരുടെ ചൈതന്യപൂർണമായ തിടമ്പുകൾ പ്രതിഷ്ഠിച്ച ജീവത എഴുന്നള്ളത്ത്, ഭഗവാന്റെ തിടമ്പുകളേറ്റിയ ഗജവീരന്മാർ എന്നിവ അണിനിരക്കും. ആയിരക്കണക്കിന് ഭക്തജനങ്ങളും ഈ എഴുന്നള്ളിപ്പിന് സാക്ഷ്യം വഹിക്കും. ഈ എഴുന്നള്ളിപ്പ് ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിലെത്തി ഉച്ചയോടെ പാർത്ഥസാരഥി ക്ഷേത്രാങ്കണത്തിൽ സമാപിക്കുന്നു. ദേവീദേവന്മാരുടെ ചൈതന്യപൂർണമായ തിടമ്പുകൾ പ്രതിഷ്ഠിച്ച് നൃത്തച്ചുവടുകളുമായി നടന്നു നീങ്ങുന്ന ജീവത എഴുന്നള്ളിപ്പ് ഭക്തർക്ക് നയനസുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു.
കണ്ണന്റെ ബാലലീലകൾ തുളുമ്പി നിൽക്കുന്ന വൃന്ദാവന നൃത്തം അതിമനോഹരമാണ്. കളികളിലും നൃത്തങ്ങളിലും പാട്ടുകളിലുമെല്ലാം കൃഷ്ണലീലകൾ നിറഞ്ഞു നിൽക്കുന്നു. കൊച്ചു കൃഷ്ണന്മാരുടെ ഉറിയടി കൗതുകകരമായ കാഴ്ചയാണ്. എന്നാൽ മുതിർന്നവരുടെ ഉറിക്കല മുടക്കൽ വാശിയുടെയും ഉത്സാഹത്തിൻ്റേതുമാണ്. രാധാകൃഷ്ണന്മാരുടെ ആനന്ദ നൃത്തവും തോഴിമാരുടെ ചുവടുവയ്പും യഥാർത്ഥത്തിൽ വൃന്ദാവന പ്രതീതി ഉണർത്തുന്നു. പൊന്നോടക്കുഴലും വികൃതിയുമായി അമ്പാടിക്കണ്ണനുണ്ണിയോടി വാവാ. പൊന്നോടക്കുഴലും വികൃതിയുമായി അമ്പാടിക്കണ്ണനുണ്ണിയോടി വാവാ. പുഞ്ചേല തുമ്പിലെ പൊടിമണ്ണുമായി പൊന്നിൻ ചിലങ്കയിട്ട് ആടിവാവാ. പുഞ്ചേല തുമ്പിലെ പൊടിമണ്ണുമായി പൊന്നിൻ ചിലങ്കയിട്ട് ആടിവാവാ. ദണ്ണങ്ങൾ തീർക്കുന്ന തോഴനായി വെണ്ണ കട്ടുണ്ണുന്നൊരുണ്ണിയായി നീ ദണ്ണങ്ങൾ തീർക്കുന്ന തോഴനായി പ്രേമാഭിരാമ സുശോഭിതനായി പ്രേമാഭിരാമ സുശോഭിതനായി ഗോപികമാർക്കെന്നും കള്ളനല്ലേ. പൊന്നോടക്കുഴലും വികൃതിയുമായി അമ്പാടിക്കണ്ണനുണ്ണിയോടി വാവാ. പുഞ്ചേല തുമ്പിലെ പൊടിമണ്ണുമായി പൊന്നിൻ ചിലങ്കയിട്ട് അടിവാവാ. കാലിമയ്ക്കും കായാമ്പുവർണ്ണനൻ കൃഷ്ണനല്ലേ. കാനനം തന്നിലെ കാലിമയ്ക്കും കായാമ്പുവർണ്ണനൻ കൃഷ്ണനല്ലേ. ദീനാനുകമ്പനം ഗോകുലനാഥനെ ദീനാനുകമ്പനം ഗോകുലനാഥനെ മാനസ ശ്രീകോവിൽ എന്നും നിറഞ്ഞുവാ. പൊന്നോടക്കുഴലും വികൃതിയുമായി അമ്പാടിക്കണ്ണനുണ്ണിയോടി വാവാ. പൊന്നോടക്കുഴലും വികൃതിയുമായി അമ്പാടിക്കണ്ണനുണ്ണിയോടി വാവാ. പൂഞ്ചേല തുമ്പിലെ പൊടിമണ്ണുമായി പൊന്നിൻ ചിലങ്കയിട്ട് അടിവാവാ. പൂഞ്ചേല തുമ്പിലെ പൊടിമണ്ണുമായി പൊന്നിൻ ചിലങ്കയിട്ട് അടിവാവാ. കണ്ണ കണ്ണ കാർവർണ്ണ അമ്പാടിക്കണ്ണനുണ്ണിയോടി വാവാ. കണ്ണ കണ്ണ കാർവർണ്ണ അമ്പാടിക്കണ്ണനുണ്ണിയോടി വാവാ. ഭൂലോക വൈകുണ്ഠത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവത്തിൽ പങ്കുചേരുവാനായി പല ക്ഷേത്രങ്ങളിൽ നിന്നും ഘോഷയാത്രകൾ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ വൈകുന്നേരത്തോടെ എത്തിച്ചേരുന്നു. ഇതിൽ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് രാധാകൃഷ്ണ വേഷമണിഞ്ഞ കുട്ടികൾ പങ്കെടുക്കുന്നു. നാദസ്വരത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്ര പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് നീങ്ങുന്നു.
രാധാകൃഷ്ണ വേഷമണിഞ്ഞ കുട്ടികളും കൂടെ ഭജനകളുമായി നീങ്ങുന്ന ഭക്തജനങ്ങളും പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴുത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് നീങ്ങുന്നു. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണ രഥവുമായി നീങ്ങുന്ന ഘോഷയാത്ര മഞ്ജുളാൽ പരിസരത്ത് എത്തുമ്പോൾ പല ക്ഷേത്രങ്ങളിൽ നിന്നുമായുള്ള ഘോഷയാത്രാ സംഘങ്ങളും മഞ്ജുളാൽ പരിസരത്തേക്കെത്തുന്നു. അവിടെ നിന്ന് എല്ലാ ഘോഷയാത്രാ സംഘങ്ങളും ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ എത്തി ഭഗവാനെ തൊഴുത് അമ്പലത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ച് നാരായണാലയത്തിലെത്തി സമാപിക്കുന്നു. ഓടോടി വந்தേൻ
ഗുരുപവനപുരിയുടെ ചുറ്റിലുമായി പ്രതിഷ്ഠാ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗുരുവായൂർ തീർത്ഥയാത്ര പരിക്രമണത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾ. കേരളത്തിലെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ പ്രഥമഗണനീയമാണ് പ്രസിദ്ധമായ മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് കലിയുഗാരംഭത്തോളം പഴക്കമുണ്ടെന്നാണ് ഐതിഹ്യം. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിനു ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിനായി തപനം കൊണ്ട് പവിത്രീകരിച്ച രുദ്രതീർത്ഥത്തിൽ നിന്നും മഹാദേവൻ മമ്മിയൂരിലേക്ക് മാറി വാഴുകയായിരുന്നു. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പരമശിവനും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമാണുള്ളത്. ഉപദേവന്മാരായ ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് എന്നിവരും നാലമ്പലത്തിലെ പ്രതിഷ്ഠകളാണ്. കൂടാതെ ബ്രഹ്മരക്ഷസ്, നാഗങ്ങൾ, ഭഗവതി എന്നീ മൂർത്തികളും നിലകൊള്ളുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തുള്ള പുരാതന ക്ഷേത്രത്തിലെ പാർത്ഥസാരഥി വിഗ്രഹം ദ്വാപരയുഗത്തിൽ കുന്തിദേവി പൂജിച്ചിരുന്നതാണെന്നാണ് വിശ്വാസം. ശ്രീനാരായണ മഹർഷിക്കും ആദി ശങ്കരാചാര്യർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ വിശ്വരൂപ ദർശനം നൽകിയ സ്ഥലത്താണ് പാർത്ഥസാരഥി ക്ഷേത്രം നിൽക്കുന്നത്. ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഗംഗയിൽ നിന്നും കൊണ്ടുവന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കേരളത്തിലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനമാണ് ഇതിനുള്ളത്. വൃത്താകൃതിയിൽ ഒറ്റക്കല്ലിൽ പരസ്പരം മുഖം കാണാതെയുള്ള പ്രതിഷ്ഠയാണ് ഇവിടത്തെ പ്രത്യേകത. ഉപദേവന്മാരായി ശ്രീ അയ്യപ്പനും ഗണപതിക്കും ക്ഷേത്രമുണ്ട്. ആദി ശങ്കരാചാര്യർക്ക് പ്രത്യേകമായൊരു ക്ഷേത്രം തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ശ്രീശങ്കര ജയന്തി ആഘോഷങ്ങൾ നടക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയത് ശ്രീ ശങ്കരാചാര്യരാണ്. ഗുരുവായൂർ അമ്പലത്തിന് വടക്കുകിഴക്കായി ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരെ സ്ഥിതി ചെയ്യുന്ന തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ മൂലപ്രതിഷ്ഠ ആന്ധ്രയിലെ പ്രസിദ്ധമായ തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന വെങ്കിടാചലപതി തന്നെയാണ്. തിരുമലയിൽ നിന്നും 1000-ലേറെ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തിയ ഒരു യതിവര്യൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം. ക്രമേണ ഇവിടെ ഒരു ഭഗവതി പ്രതിഷ്ഠ കൂടിയുണ്ടായി. ഇതോടെ ക്ഷേത്രം തിരുവെങ്കിടം ഭഗവതി ക്ഷേത്രമായി അറിയപ്പെടുന്നു. തിരുവെങ്കിടാചലപതിയെയും ശ്രീ ഭഗവതിയെയും തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കുന്ന ക്ഷേത്രം കൂടിയാണിത്. ഗണപതി, ശാസ്താവ്, നാഗരാജാവ്, ക്ഷേത്രസ്ഥാപകനായ രാമാനുജർ എന്നിവരെയും ആരാധിക്കുന്നുണ്ട്. നാറാണത്ത് ഭ്രാന്തൻ പ്രതിഷ്ഠ നിർവഹിച്ച ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് നാരായണംകുളങ്ങര ക്ഷേത്രങ്ങൾ. ക്ഷേത്രമാഹാത്മ്യങ്ങളിൽ മികവാർന്ന ഈ ക്ഷേത്രങ്ങളിൽ ഏട്ടത്തി, അനിയത്തി എന്ന സങ്കല്പത്തിൽ അധികരിച്ചാണ് ആരാധന. ഇവർ വിശ്വരൂപിണിയായും ശക്തിസ്വരൂപിണിയായും 2 ഭാവങ്ങളിലാണ് നിലകൊള്ളുന്നത്. ഒരേ തരത്തിലുള്ള വഴിപാടുകളാണ് ഇവിടെയുള്ളത്. ഉഗ്രമൂർത്തിയായ താഴേക്കാവിലമ്മയ്ക്ക് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ചിരിച്ച് കൈകൊട്ടിയാണ് പ്രാർത്ഥന നടത്തുക. ഗുരുതി, ചുറ്റുവിളക്ക്, ചെമ്പട്ട്, താലി, പൂമൂടൽ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പെരുന്തട്ട ശിവക്ഷേത്രം ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പഴക്കമേറെയുള്ള ഈ ശിവക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ഗണപതി, സുബ്രഹ്മണ്യൻ, മഹാവിഷ്ണു, അയ്യപ്പൻ, ഭഗവതി, രക്ഷസ്, നാഗങ്ങൾ എന്നിവരുമുണ്ട്.
കുംഭഭരണി ആഘോഷിക്കുന്ന 18 കാവുകളിൽ പ്രധാനപ്പെട്ടതാണ് ഗുരുവായൂരിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെറ്റ്യാലക്കൽ ഭഗവതി ക്ഷേത്രം. കുംഭഭരണി ആഘോഷമാണ് ഇവിടെ പ്രാധാന്യം. ഗണപതി, ബ്രഹ്മരക്ഷസ്, കണ്ഠാകർണൻ, വീരഭദ്രൻ, അന്തിമഹാകാളൻ സർപ്പക്കാവ്, കളരി ദൈവങ്ങൾ എന്നീ ഉപദേവന്മാരെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച 108 പുണ്യശിവാലയങ്ങളിൽ ഒന്നാണ് പഴക്കമേറിയ ചൊവ്വല്ലൂർ ശിവക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉമാമഹേശ്വരന്മാരുടെ ചൈതന്യം സ്ഫുരിക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ മംഗല്യത്തിനും നെടുമംഗല്യത്തിനും പ്രാർത്ഥനയും വഴിപാടുകളും നടക്കുന്നു. നാലമ്പലത്തിനുള്ളിൽ ശ്രീ മഹാഗണപതിയും ശ്രീ ധർമ്മശാസ്താവും, മതിലകത്ത് സുബ്രഹ്മണ്യസ്വാമിയും ഹനുമാൻ സ്വാമിയും സിംഹോദരനും കുടികൊള്ളുന്നു. ശ്രീകോവിലിനകത്ത് തെക്കുഭാഗത്തായി ദക്ഷിണാമൂർത്തിയുടെയും ശ്രീ ഗണപതിയുടെയും പ്രതിഷ്ഠകളുമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രകുളമായ നാരായണ രുദ്രതീർത്ഥത്തിന്റെ വടക്കുവശത്ത് സദാ നാരായണനാമം ഉരുവിട്ടു നിൽക്കുന്ന പ്രാർത്ഥനാ മന്ദിരമാണ് നാരായണാലയം. സമാധിയായ തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി 1957 സ്ഥാപിച്ചതാണ് ഇത്. 400 വർഷം മുൻപ് ജീവിച്ചിരുന്ന ഭക്തമഹാകവി പൂന്താനം തന്റെ കൂടെ നിത്യപൂജയ്ക്കായി കൊണ്ടു നടന്നിരുന്ന ഉണ്ണികൃഷ്ണ വിഗ്രഹം നാരായണാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വിഗ്രഹം സൂക്ഷിച്ചിരിക്കുന്ന അങ്ങാടിപ്പുറം ഇടത്തുപുറം വിഷ്ണു ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ 1985 തിരുനാമാചാര്യന് ഈ വിഗ്രഹം ദാനം നൽകിയതാണ്. തിരുനാമാചാര്യന്റെ സമാധിസ്ഥാനവും ഇവിടെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്മാരകമായി 1990 മാർബിൾ പ്രതിമ സ്ഥാപിച്ചു. നാരായണാലയം വക നിത്യേന നാമജപവും സാധുക്കൾക്ക് അന്നദാനവും വർഷത്തിലൊരിക്കൽ ലക്ഷാർച്ചന, കോടിയർച്ചന എന്നിവയും നടത്തിവരുന്നു. തിരുനാമാചാര്യന്റെ ശിഷ്യനും സഹോദരനും ഭാഗവതാചാര്യനുമായ ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരിയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു വരുന്നത്. ഗുരുവായൂരപ്പന് വഴിപാടായി ലഭിച്ച ആനകളെ പാർപ്പിക്കുന്ന പുന്നത്തൂർ ആനക്കോട്ട ലോക പ്രശസ്തമാണ്. ചരിത്രത്തിൽ പേരെടുത്ത ഗുരുവായൂർ കേശവനും ഇപ്പോൾ കീർത്തിപ്പെട്ടിരിക്കുന്ന പത്മനാഭനും ഭഗവാന്റെ പ്രിയപ്പെട്ട ആനകൾ. ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന പുന്നത്തൂർ കോട്ട ഇന്ന് വിനോദസഞ്ചാരികളെ വളരെയേറെ ആകർഷിക്കുന്നു. 67 പരം ആനകൾ വസിക്കുന്ന ഈ കോട്ട ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിക്കുന്ന ഗോക്കൾക്കുള്ള വാസസ്ഥലങ്ങൾ മലപ്പുറം ജില്ലയിലെ വേങ്ങാടും ഗുരുവായൂരിനടുത്തുള്ള കാവീട് ഗോകുലവുമാണ്.
മഹാവിഷ്ണു പൂജിച്ച കൃഷ്ണവിഗ്രഹത്തിന്റെ സർവചൈതന്യവും പരിപൂർണതയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പരിലസിക്കുന്നു. ക്ഷേത്രസന്നിധിയിലെത്തുന്നവർക്ക് നിത്യചൈതന്യത്തിന്റെയും ഭക്തി നിറവിന്റെയും നേരനുഭവങ്ങൾ സദാ ചൊരിയപ്പെടുകയാണ്. ഈ ദൈവിക പ്രഭയിലേക്ക് ജനകോടികൾ ഒഴുകിയെത്തി മോക്ഷപ്രാപ്തിയുടെ ചവിട്ടുകൾ കയറുന്നതും ഇതുകൊണ്ടുതന്നെയാണ്.